ഇനി ക്ഷേത്രങ്ങളിൽ ആഗ്രഹങ്ങൾ പറഞ്ഞ കത്തുകളൊക്കെ എഴുതിയിരുന്നത് പതിവായ ഒരു കാര്യമാണല്ലേ. എന്നാൽ കർണാടകയിലെ ബലഗാവി ശ്രീ ഗുരു രാഘവേന്ദ്ര സ്വാമി മഠത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കത്ത് വന്നു. വിലാസമില്ലാത്ത കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് കൗതുകമായിട്ടുള്ളത് കേട്ടോ. പെൺകുട്ടിയുടെ മാനസിക പീഡനത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വാമി ഇടപെടണമെന്ന് പറഞ്ഞാണ് കത്തിന്റെ ഉള്ളടക്കം. മഠത്തിലെ ഭണ്ഡാരം തുറന്നപ്പോഴാണ് വ്യത്യസ്തമായിട്ടുള്ള ഈ കത്ത് പുറത്തു വന്നത്. കെ വി ശ്രീധരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരൻ, എന്താണ് ആ കത്തിൽ എഴുതിയിരുന്നത്? ഇതെന്താണ് സംഭവം? ഈ കർണാടക ആന്ധ്രാപ്രദേശിലുള്ളവരൊക്കെ കൂടുതൽ എന്താ പറയുക, അവർ ആരാധിക്കുന്ന ഒരു സന്യാസി വര്യനാണ് ഈ ഗുരു രാഘവേന്ദ്ര സ്വാമി. ഈ രാഘവേന്ദ്ര സ്വാമിയോട് തൻ്റെ ദുരിതങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരമുണ്ടാകുമെന്നാണ് ഈ മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ഒരു വിശ്വാസം. ആന്ധ്രാപ്രദേശിലെ മന്ത്രാലയത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഈ സമാധി ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലം. ഏതായാലും ഈ ഗുരു രാഘവേന്ദ്രയുടെ മഠങ്ങൾ ഒരുപാടുണ്ട് പലയിടങ്ങളിൽ. അത്തരത്തിലുള്ളൊരു മഠമാണ് ബലഗാവിയിലേത്. കഴിഞ്ഞ ദിവസം ഈ മഠത്തിലെ ഭണ്ഡാരം തുറന്നപ്പോൾ, ഹുണ്ടിക തുറന്നപ്പോൾ വളരെ വിചിത്രമായിട്ടൊരു കത്ത് കിട്ടി. സാധാരണയായിട്ട് ആളുകൾ ആഗ്രഹം പറഞ്ഞൊക്കെ ഈ ഇങ്ങനെ കത്തുകളൊക്കെ എഴുതിയിടാറുണ്ട് ഈ ഭണ്ഡാരത്തിൽ. ഏതായാലും ഈ കത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഒരു പെൺകുട്ടി എന്നെ വളരെയധികം ഹരാസ് ചെയ്യുന്നു, ആ പെൺകുട്ടിയിൽ നിന്നുള്ള ഒരു മോചനം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ തെലുങ്കിൽ എഴുതിയിരിക്കുന്ന ഈ ഒരു കത്തിൽ പറയുന്നത്. അതായത് ഇത് കണ്ടപ്പോൾ തന്നെ ഒരു കൗതുകം തോന്നി. സാധാരണ പെൺകുട്ടികൾ ആൺകുട്ടികളോട് നിന്നുള്ള ഒരു ശല്യം സഹിക്കാൻ വയ്യാതെ അവരിൽ നിന്ന് മോചനം വേണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് രക്ഷപ്പെടണം, അവരുടെ ശല്യം ഒഴിവാക്കി തരണം എന്നൊക്കെ മാതാപിതാക്കളോടൊക്കെ പറയാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇവിടെ. ഈ ആരോ ആണെന്നറിയില്ല, വിലാസമില്ല, പേരില്ല, ഡേറ്റില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കുന്നു. ആ കത്തിൽ പറയുന്നു, എനിക്ക് ആ പെൺകുട്ടിയിൽ നിന്ന് മോചനം വേണമെന്നൊക്കെ പറഞ്ഞ് ഗുരു അതിനൊരു വഴി കാണിച്ചു തരണം, ഗുരു അതിന് എൻ്റെ ഈ ഒരു സങ്കടം തീർത്തു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കത്ത് അവിടെ ഈ ഒരു ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. ഇതിന് പിന്നാലെ, ഇത് കണ്ടതിന് പിന്നാലെ തന്നെ മഠം അധികൃതർ തന്നെയാണ് ഈ വാർത്ത പുറത്ത് വിടുന്നത്. സാധാരണയായി സംഭാവനയായിട്ട് പണം ലഭിക്കാറുണ്ട്, സ്വർണം ലഭിക്കാറുണ്ട്, വെള്ളി ലഭിക്കാറുണ്ട്. ഇങ്ങനെ ഒരു കത്ത് ലഭിക്കുന്ന ആദ്യമായിട്ടാണ് ഈ മഠത്തിൽ ലഭിക്കുന്നത്. ശരി ശ്രീധരൻ, എന്തായാലും ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ട്. അത് ഒരു പെൺകുട്ടിയിൽ നിന്നൊരു പീഡനം അനുഭവിക്കുന്നു, അതിന് സ്വാമിയുടെ ഇടപെടൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കത്ത്. അത് തന്നെയാണ് ഇതിലെ കൗതുകകരമായ ഒരു കാര്യം. സ്വാമിയുടെ ഇടപെടലാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ശരി.